സർക്കാർ ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാത്തതിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. ഹൈക്കോടതി ഉത്തരവ് പോലും മറികടന്നാണ് സർക്കാർ നിയമനം വൈകിപ്പിക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ താൽക്കാലിക അധ്യാപകരെയാണ് സർക്കാർ നിയമിക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ നിയമിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടും നടപ്പാക്കാത്തതിനെതിരെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. നിലവിൽ 50-ലധികം താത്കാലിക തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. 2026 ജൂണിൽ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതോടെ ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ്. സർക്കാർ ഏജൻസിയായ PSC നടത്തുന്ന പരീക്ഷയും പാസ്സായിട്ടും 2 ലിസ്റ്റുകളിൽ 10-നുള്ളിൽ റാങ്കിൽ വന്നിട്ടും ഒരു ജോലി ലഭിക്കാതെ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തീരാൻ പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പലരുടെയും അവസാന സാധ്യതയാണിത്. ഞങ്ങളുടെ ലിസ്റ്റ് തീരാൻ ഇനി 3-4 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ മുൻപിൽ മറ്റു വഴികളില്ല. ഇത് ആരെയും വെല്ലുവിളിക്കുന്ന ഒരു സമരമോ ഒന്നുമല്ല. മറ്റ് വിഷയങ്ങളിലെ റാങ്ക് ലിസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നടത്തുമ്പോഴും ഇംഗ്ലീഷ് അധ്യാപക റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവർക്ക് നിയമനം നൽകുന്നത് സാമ്പത്തിക ബാധ്യതയാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഇത് ഇംഗ്ലീഷ് അധ്യാപകരോടുള്ള കടുത്ത അവഗണനയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.